സ്വന്തമായി ഒരു വീടില്ല ഉസ്താദേ. ജനിച്ചപ്പോൾ മുതൽ വാടക വീട്ടിലാണ്. ഒരു വീടുണ്ടാകാൻ ദ്വാരക്കണം കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ ഉസ്താദേ തറക്കല്ലിട്ട് വെച്ചിട്ടുണ്ട് വീടിന്, പക്ഷേ വീട് നിർമ്മാണം നടക്കണില്ല. ഒന്ന് വീട് സ്വന്തമായി കിട്ടാൻ, സ്വന്തമായ വീട്ടിൽ ഒന്ന് കയറി ഒരു ദിവസമെങ്കിലും താമസിച്ചിട്ട് മരിക്കാൻ വല്ലാത്ത കൊതിയുണ്ട്. അതുപോലെ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർ, സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പൈശാചിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഞാൻ നിങ്ങൾക്ക് മനോഹരമായൊരു ദുആ പറഞ്ഞു തരട്ടെ. ഇതൊരു വല്ലാത്ത ദുആയാണ്. ഇതെപ്പോഴും ചൊല്ലേണ്ടതാണ്. ഇത് ചൊല്ലേണ്ടത് നമ്മൾ തുമ്മുമ്പോഴാണ്. തുമ്മിയ ഉടനെ അൽഹംദുലില്ലാ പറയും അല്ലേ? അൽഹംദുലില്ലക്ക് ശേഷം ഈ ദുആ ചൊല്ലിയാൽ വീടില്ലാത്തവരെ നിങ്ങൾക്ക് അള്ളാഹു വീട് തരും. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അള്ളാഹു സമ്പത്ത് തരും. സിഹറ് കൊണ്ട് മറ്റു പ്രയാസങ്ങൾ കൊണ്ട് ജീവിതം കുടുസായി പോയോ നിങ്ങളുടേത്? അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരും. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ 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 പുഞ്ചിരിച്ചു കൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയെത്ര ദുആ വസിയത്താണല്ലേ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട്, അൽഹംദുലില്ലാഹി ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ദുആകൾ, എല്ലാവരുടെയും ദുആ വസിയത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയം എന്താണ്? വീടില്ലാതെ സങ്കടപ്പെടുന്ന എത്ര മനുഷ്യന്മാരാണ് അല്ലേ? ജനിച്ചപ്പോൾ മുതൽ വാടക വീട്ടിലാണ് ഉസ്താദേ, സ്വന്തമായിട്ടൊരു വീടില്ല. ഒരുപാട് വലിയ 2 നില വീടോ അല്ലെങ്കിൽ വലിയ സൗകര്യമുള്ള വീടൊന്നും വേണ്ട. ഒറ്റ നിലയാണെങ്കിലും സ്വന്തമായിട്ടൊരു വീട്ടിൽ കയറിക്കിടക്കാൻ, വീട് പണി തുടങ്ങിയിട്ടുണ്ടൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. മരിക്കണതിന് മുമ്പ് സ്വന്തം വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് അന്തി ഉറങ്ങാൻ വല്ലാത്ത കൊതിയുണ്ടെന്ന് പറഞ്ഞവർ. അതുപോലെ സാമ്പത്തികമായ പരാധീനതകൾ വല്ലാതെ ഇടുക്കം അനുഭവിക്കുന്ന ആളുകൾ, കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, പൈശാചിക ബുദ്ധിമുട്ടുകളിലൂടെ ജീവിതം തള്ളി നീക്കുന്നവർ, സങ്കടപ്പെടേണ്ട, നല്ല സുന്ദരമായ വഴിയുണ്ട് അല്ലേ? അള്ളാഹു അല്ലേ എല്ലാം തരുന്നവൻ? ഖനിയായ റബ്ബല്ലേ അവനെല്ലാം തരും. നമ്മൾ നിരന്തരം അതിനുവേണ്ടി ദ്വാരക്കണം. പക്ഷെ പലപ്പോഴും നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കുന്നതിൽ ഒരു കാരണം എന്താണെന്നറിയോ? ഇന്നൊരു ഉമ്മ സങ്കടത്തോട് എന്നോട് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇന്നലെ വളരെ വിഷമത്തോടെ പറഞ്ഞൊരു സംഗതിയാണിത്. അവർ പറയുന്നത്, ഉസ്താദേ എൻ്റെ മക്കൾ നല്ല സമ്പന്നരായ മക്കളാട്ടോ, എന്നെ തിരിഞ്ഞു നോക്കണില്ല ഉസ്താദേ. എൻ്റെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ ഒറ്റക്കാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കാണ്. എൻ്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കണില്ല. എൻ്റെ മക്കൾ ഉമ്മാന്നൊന്ന് വിളിച്ചിട്ട് എത്ര നാളായി. ആ വിളി കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട് എന്നാണ്. ഞാൻ വല്ലാഹി പറയട്ടെ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപകരിക്കൂല കേട്ടോ. നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമല്ല, നിങ്ങൾക്കൊരു സമാധാനം, ഒരു മിനിറ്റ് പോലും സമാധാനം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. കാരണം നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങളുടെ ഉമ്മയുടെ മനസ്സാണ്. ഇതെല്ലാ വിഷയത്തിലും ബാധകമാണ്. നമ്മുടെ കുടുംബ ബന്ധം തകർത്തിട്ട്, എല്ലാ ബന്ധങ്ങളും തകർത്തിട്ട് നമ്മൾ എത്ര കോടാനുകോടി റക്അത്തുകൾ നിസ്കരിച്ചാലും, എത്ര അമലുകൾ ചെയ്താലും, എത്ര സക്കാത്ത് കൊടുത്താലും, എത്ര സ്വതക്ക കൊടുത്താലും, എത്ര നോമ്പ് പിടിച്ചാലും അതൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നതിന് സമാനമായി അങ്ങനെയുള്ള അമലാക്കി മാറ്റിക്കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മയുടെ മനസ്സിലെ വേദന മക്കളെ, അതെത്ര ഡേഞ്ചറാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എല്ലാ ചെയ്തികളുടെയും അദാബ് അനുഭവിക്കുന്നത് നാളെ പരലോകത്താണെങ്കിൽ ഒരു കാര്യത്തിൻ്റെ അദാബ് ഈ ദുനിയാവിൽ അനുഭവിച്ചു തുടങ്ങും. അതെന്താ? അത് മാതാപിതാക്കളെ വേദനിപ്പിക്കല. ഉമ്മാനെ വാപ്പാനെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഈ ദുനിയാവിൽ തന്നെ നരകിച്ചു തുടങ്ങും. ചിലപ്പോൾ നമ്മുടെ തോട്ടത്തിൽ സമ്പന്നരായിരിക്കും, നീറായിരിക്കും കൂടെ ഉള്ളു, സമാധാനം ആസ്വദിക്കാൻ പറ്റില്ല, സമാധാനം അനുഭവിക്കൂല, ഉള്ളു കിടന്നിങ്ങനെ നീറായിരിക്കും. എത്ര സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സമാധാനം അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അള്ള കൊടുക്കൂല സമാധാനം, അള്ള തന്നെ തരണം. അപ്പോൾ നമ്മൾ ഏത് നന്മകൾ ചെയ്യുമ്പോഴും ഈ ബന്ധങ്ങളൊക്കെ ഭംഗിയാക്കണം. ഉമ്മ വാപ്പയുടെ കാര്യം മാത്രമൊന്നുമില്ല, ഭാര്യ ഭർത്താക്കന്മാർ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ ഭാര്യയെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് സിയാറത്ത് ചെയ്തിട്ടും കാര്യമില്ല, ഏത് മക്കാമിൽ പോയിട്ടും കാര്യമില്ല. ഭാര്യയെ വേദനിപ്പിച്ചിട്ട് ഈ അമലുകൾക്കൊന്നും പ്രസക്തിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരുടെ പൊരുത്തം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിന്ന് പറയുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകൾ വീടില്ലാത്ത സങ്കടം പറഞ്ഞു, പലരും സിഹറ് കൊണ്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാര്യം പറഞ്ഞു. അതുപോലെ ജീവിതത്തിൽ ഭയങ്കര കുടുസായി അനുഭവപ്പെടുന്ന ആളുകൾ. ഒറ്റ ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. ഒരു അത്ഭുത ദുആയാണ് ഇത്. ഇമാം ബുജൈരിമി തങ്ങൾ പഠിപ്പിക്കുന്ന ദുആയാണ് ഇത്. എപ്പോഴും ചൊല്ലണ്ട, നമ്മൾ തുമ്മുന്ന സമയം
തുമ്മുന്ന സമയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നമ്മളിങ്ങനെ പെട്ടെന്ന് തുമ്മുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഹൃദയം ഒരു 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 നിമിഷത്തേക്ക് ഇങ്ങനെ നിലച്ചു പോകുന്നത് പോലെ അല്ലേ, ഒരു ചെറിയ മരണം പോലെ അല്ലേ. ഒന്ന് തുമ്മുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ഇടിപ്പൊന്ന് നിൽക്കും. പെട്ടെന്ന് അൽഹംദുലില്ലാ അതിങ്ങനെ തിരിച്ചു കിട്ടുമ്പോൾ നമ്മളുടനെ അള്ളാഹനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാ. ഒരാൾ അൽഹംദുലില്ലാ തുമ്മിയിട്ട് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ എന്ത് പറയണം? ഇർഹമുക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. ഉടനെ തിരിച്ച് ആ തുമ്മിയാളെന്ത് പറയണം? യഹ്ദീക്കും അല്ലാഹു യുസ്ലിഹു ബാലക്കും, ഇല്ലേ, അള്ളാഹ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു ഭംഗിയാക്കട്ടെ. ഇത് വല്ലാത്തൊരു സുന്നത്തായി പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, അപ്പോൾ ആദ്യം അള്ളാഹനെ സ്തുതിക്കാൻ. ആ സ്തുതി എപ്പോഴും വേണം കേട്ടോ, കേവലം തുമ്മുമ്പോൾ മാത്രമൊന്നുമല്ല. അൽഹംദുലില്ലാ എപ്പോഴും പറയാൻ കഴിയണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തന്നെ ആശയം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല, ഞാൻ എന്ത് ചോദിച്ചാലും തരുന്നവനല്ല, എനിക്ക് ഗുണമുള്ളത് തരുന്നവനാണ്. മനസ്സിലായോ? അപ്പോൾ 7-ാം മാസം വരെ ഗർഭിണിയായിരുന്നൊരു സഹോദരി 7-ാം മാസത്തിൽ കുട്ടി അബോട്ടായിപ്പോയി, മരിച്ചുപോയി, ഗർഭത്തിൽ കിടന്നു. എന്തോരം സങ്കടം ഉണ്ടാവും. പക്ഷെ അൽഹംദുലില്ലാ പഠിച്ച ഒരാളാണെങ്കിൽ ആ നിമിഷം പറയും അൽഹംദുലില്ലാ. കാരണം എന്താ? എൻ്റെ റബ്ബ് എനിക്ക് ഗുണമല്ലാത്തത് തരില്ല. അപ്പോൾ ഈ കുട്ടി അബോട്ടായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കുഞ്ഞ് നാളെ വളർന്ന് വലുതായിട്ട് എന്നെ ആക്രമിക്കുന്ന കുഞ്ഞായേക്കാം. അതിനേക്കാൾ നല്ലത് ഇപ്പം മരിക്കുന്നതാണ്. അല്ലെങ്കിലോ എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അള്ളാഹു വലിയ സ്ഥാനം തരാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ അള്ളാഹ് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയതായിരിക്കാം, എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ? അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലെ ഹിക്മത്ത് എനിക്കറിയില്ല. എന്നെക്കാൾ എന്നെ മനസ്സിലാക്കിയവൻ, എന്നെ അറിയുന്നവൻ എൻ്റെ നാഥനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാ. സന്തോഷത്തിലും സന്താപത്തിലും അൽഹംദുലില്ലാ, രോഗത്തിലും ആരോഗ്യത്തിലും അൽഹംദുലില്ലാ, ജയത്തിലും തോൽവിയിലും അൽഹംദുലില്ലാ, നഷ്ടത്തിലും ലാഭത്തിലും അൽഹംദുലില്ലാ, എല്ലായിടങ്ങളിലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോൾ തുമ്മിയാലും നമ്മുടെ വായിൽ നിന്ന് ഉടനെ വരേണ്ടത് എനിക്ക് ഈ ജീവൻ തിരിച്ചു തന്നല്ലാ, നിനക്കാണ് സർവ്വസ്തുതിയും. ശേഷം മനോഹരമായൊരു ദുആയുണ്ട്. ആ ദുആ നിങ്ങളൊന്ന് നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ർസുഖ്നി മാ ലാ യക്ഫീനി വബൈതൻ യഅ്വീനി വഹ്ഫള് അലയ്യ അഖ്ലി വദീനി വക്ഫിനി ശർറ മൻ യുഅ്ദീനി. ഇത്രയുള്ള ദുആ ഒരു 1-2 തവണ ഇവിടെ ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ ർസുഖ്നി മാ ലാ യക്ഫീനി വബൈതൻ യഅ്വീനി വഹ്ഫള് അലയ്യ അഖ്ലി വദീനി വക്ഫിനി ശർറ മൻ യുഅ്ദീനി. ഒരിക്കൽ കൂടെ ഒന്നുകൂടെ ചൊല്ലി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുമ്മ ർസുഖ്നി മാലൻ യക്ഫീനി വബൈതൻ യഅ്വീനി വഹ്ഫള് അലയ്യ അഖ്ലി വദീനി വക്ഫിനി ശർറ മൻ യുഅ്ദീനി. എന്താ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ർസുഖ്നി മാലൻ യക്ഫീനി, എനിക്ക് മതിയാകുന്ന, അതായത് എനിക്ക് ആവശ്യമുള്ള സമ്പത്ത് നീ തരണേ അല്ല. ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരവസ്ഥ നീ തരല്ലേ അല്ല. എല്ലാ സമ്പത്തിൻ്റെയും ഉടമ നീയാണ് പടച്ചോനെ, നീ എനിക്ക് തരണേ അല്ല. വബൈതൻ യഅ്വീനി, താമസിക്കാൻ സൗകര്യമുള്ളൊരു വീട് തരണേ അല്ല. വഹ്ഫള് അലയ്യ അഖ്ലി വദീനി, എൻ്റെ ദീനും എൻ്റെ ബുദ്ധിയും നീ സംരക്ഷിക്കണേ അല്ല. അല്ലേ? ബുദ്ധി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ദീനും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അല്ലേ? എല്ലായിടങ്ങളിലും പുത്തൻവാദികളും യുക്തിവാദികളും നിറഞ്ഞാടുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സംസാരം കേട്ട് മനസ്സതിൽ പെട്ടുപോകാൻ പാടില്ല. നീ കാവലേകണയല്ല. വഖ്ഫിനി ശർറ മൻ യുഅ്ദീനി, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നീ കാവലേകണയല്ല. അല്ലേ? അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന മനോഹരമായൊരു ദുആയാണ്. ഒരിക്കൽ കൂടെ ചൊല്ലിക്കേ. അല്ലാഹുമ്മ ർസുഖ്നി മാലൻ യക്ഫീനി വബൈതൻ യഅ്വീനി വഹ്ഫള് അലയ്യ അഖ്ലി വദീനി വക്ഫിനി ശർറ മൻ യുഅ്ദീനി. അപ്പോൾ ഈ ദുആ കാണാതെ പഠിക്കുക. എന്നിട്ട് തുമ്മുമ്പോൾ അൽഹംദുലില്ലാ ചൊല്ലിയിട്ട് ഈ ദുആ ചൊല്ലുക. വീടും ലഭിക്കും, സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും, സമ്പത്തും ലഭിക്കും, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലും ലഭിക്കും. അടിപൊളിയാകും ലൈഫ്. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ, ആ ഹിജ്റ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് മാസത്തിലാണ്? ഏത് മാസത്തിലാണ് ഹിജ്റയുടെ തുടക്കം? എല്ലാവരും കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല, നീ ഹായിബാക്കല്ലയല്ല. ഇതിൻ്റെ മിത്ല് സവാബ് ഹബീബ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണയല്ല. അവിടുത്തെ പൊരുത്തം തരണയല്ല, പാപങ്ങൾ പൊറുക്കണയല്ല, അസുഖബാധിതർക്ക് ശിഫാ നൽകണയല്ല, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല, സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് കാവൽ തരണയല്ല, കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല, കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. യാ റബ്ബന മക്കളെ നന്നാക്കണയല്ല, ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നീ പ്രദാനം ചെയ്യണയല്ല. യാ റബ്ബന ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നിൻ്റെ ത്വാഅത്തിൽ നൽകണയല്ല. പ്രത്യേകിച്ച് കുടുംബസമേതം കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്നും ഒറ്റയായും അല്ലാതെയൊക്കെ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ, അവരുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.